അസ്സലാമു അലൈക്കും. റംസാൻ മാസത്തിലെ ഇഫ്താർ വിരുന്നുകാർക്ക് മാറ്റുകൂട്ടാനായി ഇതാ ഒരു സ്പെഷ്യൽ വിഭവവുമായി. നോമ്പ് തുറക്കാൻ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും അതീവ രുചികരവുമായ ക്രിസ്പി ചിക്കൻ ബ്രെഡ് റോൾ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ചൂടായ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വഴന്ന് വന്ന സവാളയിലേക്ക് നമുക്ക് വേവിച്ചെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ചേർത്താണ് ചിക്കൻ വേവിച്ചെടുത്തത്. വേവിച്ചെടുത്ത ചിക്കൻ മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. അതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള കരിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. പിന്നീട് ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില കുറച്ചധികം ചേർത്ത് കൊടുത്താൽ ഈ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റാണ്. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് റോളിൻ്റെ ഫില്ലിങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ബ്രെഡിൻ്റെ സൈഡ് ഭാഗം കൂടി കട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. ആവി കയറ്റിയെടുത്ത ബ്രെഡ് ഒന്ന് പരത്തിയെടുക്കാം. ബ്രെഡ് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മൈദ വെള്ളത്തിൽ കലക്കിയെടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് ബ്രെഡിലോട്ട് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു റോൾ രൂപത്തിൽ ഷേപ്പാക്കിയെടുക്കാം. എല്ലാ ബ്രെഡും ഞാൻ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് പൊടിച്ചതും മുട്ട ബീറ്റ് ചെയ്തതുമാണ്. തയ്യാറാക്കി വെച്ച ബ്രെഡ് റോൾ നമുക്ക് മുട്ട ബീറ്റ് ചെയ്തതിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് പൊട്ടിച്ചതിൽ കോട്ട് ചെയ്തെടുക്കാം. എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കാം. ചിക്കനോട് കൂടിയ ഫില്ലിങ്ങും പുറം ഭാഗം മൊരിഞ്ഞതും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഈ ബ്രെഡ് റോൾ വളരെ രുചികരവുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ.